ഈശ്വരനെ മറന്ന് ജീവിക്കുക എന്ന് പറയുന്നതിനപ്പുറം ഒരു വലിയ മിറാക്കിൾ ഒരു സാധകന് അവൻ്റെ ജീവിതത്തിൽ ചെയ്യാനില്ല. സദാ ഈശ്വരൻ നിറഞ്ഞിരിന്നിട്ടും അതിനെ തിരിച്ചറിയാതെ, അതറിയാൻ ശ്രമിക്കാതെ അവനവൻ ഉണ്ടാക്കുന്ന ഒരു ലോകത്തിൽ ജീവിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ മിറാക്കിൾ. അതിനപ്പുറം എന്താണ് മിറാക്കിൾ ഉള്ളത്? അപ്പോൾ എല്ലാവരും മിറാക്കിൾ വേർഡിൽ മിസറബിളായിട്ട് ജീവിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. അപ്പം പലപ്പോഴും ധ്യാന സെൻറ്ററിൽ വന്നിട്ടുള്ള പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ബാബാജിയെ കണ്ടിട്ടുണ്ട്, ധ്യാനിച്ചാൽ മഹാവതാർ ബാബാജിയെ കാണാൻ സാധിക്കുമോ? അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും, ഈ ഷോക്കേസിലിരിക്കുന്ന ഒരാളാണോ ബാബാജി? കാണണമെന്ന് വിചാരിക്കുമ്പോൾ, ഒന്ന് ധ്യാനിക്കാൻ വേണ്ടി കണ്ണടയ്ക്കുമ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെടാൻ വേണ്ടി അത്രമാത്രം. അപ്പം ആ ബാബാജിയൊക്കെ കണ്ടിരിക്കുന്ന കാഴ്ചപ്പാട് എന്തോന്നാണ്? അതല്ലെങ്കിൽ ബാബാജിയും അവനും ധ്യാനവും ഡിഫറൻ്റ് ആണോ? ഞാൻ ധ്യാനിക്കുന്നു എന്തിന്? ബാബാജിയെ കാണുവാൻ. ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഒരു എലമെൻ്റ് ആണല്ലോ ബാബാജി. അതുകൊണ്ടാണ് ബാബാജി. ഈ ബാബാജിയുടെ സ്ഥാനത്ത് എന്തും ആകാം. അപ്പം ഞാൻ ധ്യാനിക്കുന്നു ബാബാജിയെ കാണാൻ. അപ്പോൾ ഇത് മൂന്നായിട്ടല്ലേ ഇരിക്കുന്നത്? അപ്പോൾ ഈ ഏകമായി കാണേണ്ടതിനെ മൂന്നായിട്ടൊക്കെ കാണാൻ ശ്രമിക്കുമ്പോൾ അവിടെ എന്തിന് പ്രസക്തിയുണ്ട്? മിറാക്കിൾസിന് പ്രസക്തിയുണ്ട്. അപ്പം നമ്മൾ റിയലിസ്റ്റിക് അല്ല എന്നുണ്ടെങ്കിൽ ധാരാളം മിറാക്കിളിന് പോസിബിലിറ്റീസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. ഈ ഇത്തരം ചിന്തകളെ മാറ്റി റിയലിസ്റ്റിക്കായി ഇരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികത. അതാണ്. ഇപ്പം നമ്മളൊരു ഹൊറർ സിനിമ കണ്ടു വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ആ ഹൊറർ സിനിമയിലുള്ള കഥാപാത്രം, ഇപ്പം മമ്മിയെ പോലത്തെ സിനിമ കാണുമ്പോൾ ഗോസ്റ്റായിട്ടുള്ള മറ്റേ കന്യാസ്ത്രീ ഉണ്ടല്ലോ, നമ്മുടെ ഫോളോ ചെയ്തുകൊണ്ട് കാണും 2-3 ദിവസം. അങ്ങനെ ആ മമ്മി സിനിമയിലുള്ള ഗോസ്റ്റിനെ നമ്മൾ ഓർമ്മിച്ചുവെന്നോ സ്വപ്നത്തിൽ കണ്ടുവെന്നോ അല്ലെങ്കിൽ മുറിയിൽ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ പെട്ടെന്ന് തെളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും റിയലൈസേഷൻ കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു ബാബാജിയുടെ ബുക്ക് വായിച്ചെന്നോ ബാബാജിയുടെ ചിത്രം കണ്ടെന്ന് പറഞ്ഞിട്ട് ആ മെമ്മറി നമ്മളിൽ റിക്കളക്റ്റ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതെന്ത് ആധ്യാത്മികമായിട്ടുള്ള പുരോഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത്? അപ്പോൾ ഇതെല്ലാം നമ്മുടെ മൈൻഡിൻ്റെ കളികളാണ്. എല്ലാ സാധകരും ലക്ഷ്യത്തിലെത്തുവാനല്ലേ ശ്രമിക്കേണ്ടത്. നാമരൂപാദികളിൽ വന്ന് നിലനിന്ന ഒന്നിലോട്ടല്ലല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്കെല്ലാം ഒരു ലക്ഷ്യമല്ലേ? ആ ലക്ഷ്യത്തിന് ഓപ്പോസിറ്റായിട്ടുള്ള എന്ത് സങ്കല്പവും നമ്മളെ റിയലിസ്റ്റിക് ആക്കാതിരിക്കും എന്നുള്ളതാണ് സത്യം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ബാബാജിയിൽ എന്താണ് ഉള്ളതെന്ന് ചിന്തിക്കാത്ത സാധകർക്കാണ് ഈ പ്രശ്നം. ബാബാജി എന്തിനാണ് ശ്രമിച്ചത്? ആ സത്യത്തെ സാക്ഷാത്കരിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ അവിടെ ബാബാജിക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? ആ സത്യത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? ബ്രഹ്മമില്ലെങ്കിൽ ബാബാജി ഉണ്ടോ? ബാബാജി ഇല്ലെങ്കിൽ ബ്രഹ്മമുണ്ട്. കാര്യം ബാബാജി ജനിക്കുന്നതിന് മുമ്പും ബ്രഹ്മമില്ലായിരുന്നോ? ഒന്നിനെ നിഷേധിക്കുക എന്നതല്ല,
പക്ഷേ ധാരാളം തെറ്റിദ്ധാരണകളുള്ള ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. നമ്മളെ ലക്ഷ്യത്തെ മറന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ വഴിതെറ്റുന്നു എന്നുള്ളതാണ് സത്യം. ധ്യാനം എന്ന് പറയുന്നത് ഒരു അവബോധത്തിൽ വർത്തിക്കലാണ്. മിസ്റ്റിക്കലുകളോ മിറാക്കിളിലോ കുടുങ്ങി സാധനാ ജീവിതത്തെ നശിപ്പിക്കലല്ല.